ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യവേനൽ അവധിക്കാലമാണല്ലോ നമ്മുടെ കുട്ടികൾക്ക്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ചൂട് കൂടുതലുള്ള സമയമാണ്. കേരളത്തിൽ പലയിടത്തും വേനൽ മഴയൊക്കെ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമൊന്നും ബേഡ്സിന് വരാൻ സാധ്യതയില്ല. എങ്കിലും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ബഡ്ജീസിനെയും ഫിഞ്ചസിനെയും ഒക്കെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഞാൻ തണുപ്പ് കാലത്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട്, കൂടിൻ്റെ എല്ലാ ഭാഗവും തുണി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ ഒക്കെ കവർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റണം. കൂട്ടിലേക്ക് മാക്സിമം ശുദ്ധവായുവും കാറ്റും ഒക്കെ കടന്നു വരുന്ന രീതിയിൽ വേണം ഇപ്പോൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മഴ പെട്ടെന്ന് വന്നാൽ ചാറലടിച്ച് ബേഡ്സ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരിക്കണം. രണ്ടാമത്, ഞാൻ പറഞ്ഞിരുന്നു തണുപ്പ് കാലത്ത് രാത്രിയിൽ വെള്ളം കൂട്ടിൽ നിന്ന് മാറ്റി വെക്കണം എന്ന്. നിങ്ങളിപ്പോഴും അങ്ങനെ വെള്ളം കൂട്ടിൽ നിന്ന് രാത്രി കാലങ്ങളിൽ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത്. ബേഡ്സിൻ്റെ കേജിൽ 24 മണിക്കൂറും വെള്ളം ഉണ്ടായിരിക്കണം. ചൂട് കൂടുതലായതുകൊണ്ട് ബേഡ്സിന് രാത്രിയിലൊക്കെ ദാഹിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കേജിൽ വെള്ളം എന്തായാലും ഉണ്ടായിരിക്കണം. അതൊന്നും കൂടാതെ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വേനൽക്കാലത്ത് അധികമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വലിയ പാത്രത്തിൽ നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് സാധാരണ കൊടുക്കുന്ന ചെറിയ പാത്രത്തിലാണെങ്കിൽ ഇപ്പോൾ അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം. അങ്ങനെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം വലിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബേഡ്സിന് കുടിക്കാനും കുളിക്കാനും കൂടിയാണ്. ചൂട് കൂടുമ്പോൾ ബേഡ്സ് ശരീരം തണുപ്പിക്കാനായിട്ട് പലപ്പോഴും വെള്ളത്തിലിറങ്ങി കുളിക്കാറുണ്ട്. അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അടുത്തതായിട്ട്, നിങ്ങളുടെ ബേഡ്സിൽ ചിലർ വെള്ളം കണ്ടാലും കുളിക്കാൻ മടിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരുടെ മേലേക്ക് നമ്മളൊരു സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനുപയോഗിക്കുന്ന വെള്ളം കുറച്ച് വേപ്പില, ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ചാറിയതാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ചൂട് സമയത്തുണ്ടാകുന്ന പല അസുഖങ്ങളെയും പിന്നെ ഈ പേൻ ശല്യം ഒഴിവാക്കാനും പിന്നെ ബേഡ്സിൻ്റെ കണ്ണിന് ചുറ്റും ഈ കുരുക്കൾ പോലെ ചുമന്ന് തടിച്ച പാടുകളുണ്ടാവും. ചിലപ്പോൾ അവിടുത്തെ രോമമൊക്കെ പോയിട്ടുണ്ടാവും. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഈ വേപ്പില ഇട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ മറ്റ് പല സൂക്ഷ്മ അണുക്കളെയും ഇത് നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട്, ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കാരണം ബ്രീഡിംഗ് സീസണിൻ്റെ തുടർച്ചയാണ് ഈ സമയം. അതുകൊണ്ട് കൂട്ടിൽ ബ്രീഡിംഗ് പോട്ട് ഉണ്ടെങ്കിൽ ബേഡ്സ് ഉറപ്പായിട്ടും അതിൽ മുട്ടയിട്ടിട്ടുണ്ടാകും. എന്നാൽ ചൂട് കൂടുതലായതിനാൽ ചില മുട്ടകളിലെ വെള്ളം വറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ വിരിയില്ല. അപ്പോൾ അതുപോലെ കുഞ്ഞുങ്ങളുടെ ഈ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് കൂടാനും സാധ്യതയുണ്ട്. ചൂട് കൂടുതലുള്ളതിന് കാരണമാണിത്. ഈ ചട്ടിക്കുള്ളിലും ഒക്കെ ചൂട് വളരെ കൂടുതലുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ചത്തുപോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ബ്രീഡർമാർ ഈ ഫാനും കൂളറും ഒക്കെ കൂടിൻ്റെ അടുത്ത് വെക്കാറുണ്ട്. അല്പം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചാവുന്നത് ഒഴിവാക്കാം. കേരളത്തിൽ അത്ര അധികം ചൂടൊന്നുമില്ലല്ലോ. ചൂട് വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് ഓർത്തിട്ട് പല ബ്രീഡർമാരും ഈ ചൂട് സമയത്ത് ബ്രീഡിങ് നിർത്തിവെക്കാറുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട്, തണുപ്പ് കാലത്ത് ചെയ്യുന്നത് പോലെ രാത്രി കൂടിനുള്ളിൽ അല്ലെങ്കിൽ കൂടിൻ്റെ അടുത്തൊക്കെ ലൈറ്റ് ഇടുന്നവർ ആ കാര്യം ഇനി ചെയ്യരുത്. കാരണം അത് ചൂട് കൂടാൻ വേണ്ടി കാരണമാകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുമാത്രമല്ല, ഈ വെളിച്ചം കണ്ടിട്ട് പല പ്രാണികളും മറ്റു പല ക്ഷുദ്രജീവികളും ഒക്കെ രാത്രിയിൽ കൂടിൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ബേഡ്സിന് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാനും ഈ ലൈറ്റ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കുടിക്കാനും കുളിക്കാനുമായിട്ട് നമ്മൾ വെക്കുന്ന വെള്ളം ദിവസം 2 തവണയെങ്കിലും, അതായത് രാവിലെയും വൈകുന്നേരവും അത് മാറ്റിയിട്ട് നല്ല വെള്ളം വെക്കണം. കാരണം ഈ ബേഡ്സ് കുളിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ വെള്ളം മോശമാകാൻ സാധ്യതയുണ്ട്. അതങ്ങനെ തന്നെ വീണ്ടും കുടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേനൽക്കാലത്ത് ഇലകൾ ധാരാളമായിട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന പേരൻസിന് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അധികമായാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബാക്കിയുള്ള ബേഡ്സിന് എല്ലാം നമുക്ക് ഇലകൾ ധാരാളമായിട്ട് കൊടുക്കാം. തുളസി, പനിക്കൂർക്ക പോലെയുള്ള ഇലകൾ മാറി മാറി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബേഡ്സിന് കൊടുക്കാവുന്ന 10ൽ കൂടുതൽ ഇലകളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും. അത് കാണാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോകളും ഉണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടിരിക്കുക. കണ്ടവർ വീണ്ടും ഒന്നും കൂടി കാണുന്നത് നല്ലതാണ്. ഏതൊക്കെ ഇലകൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മ വരും. ഈ ഇലകൾ കൂടാതെ ബേഡ്സിന് വേനൽക്കാലത്ത് കൊടുക്കാൻ സാധിക്കുന്ന മറ്റ് ചില വെജിറ്റബിൾസ് ഉണ്ട്. അതുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. അതിൽ ഒന്നാമത്തതാണ് ഈ കുക്കുംബർ, കീര എന്നൊക്കെ പറയുന്ന വെള്ളരിക്ക. നമ്മൾ സലാഡ് വെള്ളരിക്ക എന്നൊക്കെ പറയും. അതുകൂടാതെ രണ്ടാമത് പിന്നെ ക്യാപ്സിക്കം. നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സിംല മിർച്ച് എന്ന് പറയും. നമ്മൾ ക്യാപ്സിക്കം എന്ന് പറയുന്ന ആ സാധനം.
അപ്പോൾ ഇതിൽ ജലാംശവും വൈറ്റമിൻസും ഒക്കെ വളരെ കൂടുതലുണ്ട്. ഇത് കൂടാതെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ നമ്മൾ സാധാരണ എല്ലാ സമയത്തും കൊടുക്കുന്നതാണ്. അതൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ പുതിയതായിട്ട് നമ്മൾ എന്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ കൊടുത്തിരിക്കുമ്പോഴും അത് ശീലമില്ലാത്ത ബേർഡ്സ് ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അത് വന്നിട്ട് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് കഴിക്കുന്ന ബേർഡ്സ് ഉള്ള കേജിൽ വെച്ചിട്ട് ഈ കഴിക്കാത്ത ബേർഡ്സിനെയും കൂടെ ആ കേജിലേക്ക് ഇടുകയാണെങ്കിൽ മറ്റവർ കഴിക്കുന്നത് കണ്ടിട്ട് അത് വന്ന് കഴിച്ചോളും. പുതിയൊരു ഭക്ഷണം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അതിനെ കഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ കേജ് ഔട്ട്ഡോറിലാണെങ്കിൽ, അതായത് വീടിന് പുറത്ത് ആണെങ്കിൽ അതിൽ ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യം ചെയ്തിരിക്കണം. അതായത് കേജിൻ്റെ വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ ഗ്രീൻ നെറ്റ് മേടിച്ചിട്ട് കെട്ടണം. നമ്മൾ തുണിയോ പ്ലാസ്റ്റിക്കോ ഒക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുകയുള്ളൂ. ഗ്രീൻ നെറ്റ് ആണെങ്കിൽ വായുസഞ്ചാരം ഉണ്ടാകുകയും ചെയ്യും, അകത്തേക്ക് വെയിൽ കിടക്കില്ല, കാറ്റ് കടന്നുകൊള്ളും. മാത്രമല്ല വളരെ പെട്ടെന്ന് ഒന്ന് മഴ വന്നാലും ശരി ചാറലടിച്ചിട്ട് കൂടിൻ്റെ ഉൾഭാഗം നനയുന്നതിനെ ഇത് തടയും. അതുകൊണ്ട് ഔട്ട്ഡോറിൽ കേജ് സെറ്റ് ചെയ്തിട്ടുള്ളവർ ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ബേഡ്സിന് കൊടുക്കാവുന്ന ഫ്രൂട്ട്സ് പലതും ഉണ്ട് എന്ന് നമുക്കറിയാം. അത് പലതും കോസ്റ്റ്ലിയാണ്. ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോൾ മേടിച്ച് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ വേനൽക്കാലത്ത് നമുക്ക് ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ അഥവാ വാട്ടർമെലൻ ഇപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. വിലയും വളരെ കുറവാണ്. എന്ന് കരുതി ഈ ക്വാണ്ടിറ്റി കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അധികമായിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷൻ വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ മധുരമുള്ള ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പെട്ടെന്ന് അതിൽ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കേജ് ക്ലീൻ ചെയ്ത് ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉറുമ്പ് കയറിയിട്ട് നമ്മുടെ പോട്ടിൻ്റെ അകത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചു കൊള്ളാൻ സാധ്യതയുണ്ട്. സീഡ് മിക്സ് കൊടുക്കുന്നവർ വേനൽക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന സീഡ്സിൽ പലതും ബേഡ്സിൻ്റെ ശരീരത്തിൽ ചൂട് ഉണ്ടാക്കാൻ വേണ്ടി ഉപകരിക്കുന്ന സാധനങ്ങളാണ്. അതിൽ തെന നമുക്ക് പ്രശ്നമില്ല, അത് എല്ലാ സമയത്തും കൊടുക്കാവുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള സീഡ്സ് ഈ വേനൽക്കാലത്ത് കൊടുക്കുന്ന സീഡ് മിക്സിൽ അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ അളവ് കുറച്ച് തെനയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇലകളുടെ കാര്യത്തിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഇലയാണ് ഈ പുതിന ഇല എന്ന് പറയുന്നത്. മിൻറ്റ് എന്ന് പറയുന്ന ആ പുതിനയുടെ ഇല, അത് നമുക്ക് വീടുകളിൽ ഉണ്ടാവും ചിലരുടെ, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുതിന ഇല എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്ന ഒരു ഇലയാണ്. ഇത് നമുക്ക് ധാരാളമായിട്ട് കൊടുക്കാം. ഇനി ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ ബേഡ്സ് ചൂട് കാരണം ആക്റ്റീവ്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് ഒരിടത്തിരുന്ന് സദാസമയം ഉറങ്ങുകയോ അല്ലെങ്കിൽ വായ തുറന്ന് ശ്വാസം എടുക്കുന്നത് പോലെ കാണുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ ORS പൗഡർ നമുക്ക് മെഡിക്കൽ ഷോപ്പിലും പെറ്റ് ഷോപ്പിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇലക്ട്രോള്, ഇതൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയാൽ മതി. കുറഞ്ഞ അളവിൽ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ക്ഷീണം പെട്ടെന്ന് മാറ്റാനും വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആകാനും വേണ്ടി നല്ലതാണ്. അവർ ഡീഹൈഡ്രേറ്റഡ് ആകുന്നതിൽ നിന്ന് ഇത് തടയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിൽ തന്നെ പലയിടത്തും ഇപ്പോൾ പല കാലാവസ്ഥയാണ്. ചിലയിടത്ത് നന്നായിട്ട് മഴ പെയ്തു, ചിലയിടത്ത് ഇപ്പോഴും ഭയങ്കര ചൂട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലത്തെ ക്ലൈമറ്റിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞവയിൽ നിന്ന് ചെയ്യുക. ഈ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ ബഡ്ജീസ്, പിന്നെ ഫിൻച്ചസ്, കോക്കറ്റെയിൽ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തുടങ്ങിയ ബേർഡ്സിനെയൊക്കെ വളർത്തുന്നവർക്കെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ജൂൺ മുതൽ കേരളത്തിൽ ഇനി മഴക്കാലം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതിന് മുൻപേ തന്നെ ബേർഡ്സിൻ്റെ മഴക്കാല സംരക്ഷണം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.